എൻ്റെ ഭർത്താവ് എന്നെ അറിയിക്കാതെ ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നിബന്ധനകൾ കാരണം പല പള്ളികളിലും പോയെങ്കിലും ഒരു മഹല്ലും നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടില്ല. എന്നോട് മിണ്ടിയിട്ട് തന്നെ മാസങ്ങളായി. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ മർദ്ദിക്കുകയും എനിക്ക് അത് മുഖേന അപകടമുണ്ടായി സർജറി ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. എനിക്ക് ചിലവിന് തരുന്നില്ല. ഭർത്താവ് മരിച്ചവളെപ്പോലെ ഞാൻ ജീവിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി, നന്നായി പരിചരിച്ചു. എന്നിട്ടും എന്നോട് മിണ്ടിയില്ല. മക്കളോട് മാത്രമാണ് സംസാരിച്ചത്. ഞാൻ അയാളോട് കാണിച്ച ദേഷ്യത്തിന് വേണ്ടി റബ്ബിനെ പിടിച്ച് സത്യം ചെയ്തു, ഒന്നും പറയില്ല, നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി. എനിക്കെത്ര താഴാൻ പറ്റുമോ അത്രയും താന്നു കാലിൽ വീണു. എന്നാലും അയാൾക്ക് ഇപ്പോഴും എന്നെ വേണ്ട. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഡിപ്രഷനിലായി. ഇയാൾ ചെയ്ത ഈ തമ്മാടിത്തരത്തിന് ഇത്ര താഴണ്ട എന്ന് പലരും പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഞാൻ എന്ത് ചെയ്താലും അവൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇദ്ദേഹം ഇവരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് വായിക്കും മനസ്സിലാവും. കാരണം ചെലവിന് കൊടുക്കാത്ത അവിഹിത ബന്ധം, നിക്കാഹില്ലാത്ത അവിഹിത ബന്ധം, ഒരു പെണ്ണിന് ന്യായമായും എന്താണ് അയാളെ വിട്ടു പോവാൻ പറ്റുന്ന എത്രയോ കാരണങ്ങൾ നിലനിൽക്കണതിൽ. സത്യത്തിൽ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ സഹോദരി അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? ആകെ എന്തുള്ളൂ, നമുക്ക് വിവാഹം കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു സ്നേഹം ഉള്ളിലുണ്ടാവും, എൻ്റെ ഭാര്യ എന്നുള്ളൊരു സ്നേഹം ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു സിമ്പതി ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നിലനിൽപ്പ്. അതല്ലെങ്കിൽ ആരെങ്കിലും നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് അവരോട് വേർപെട്ട് പോകേണ്ടത് അവരുടെ തീരുമാനമാണ്. പക്ഷേ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഒന്ന് വേർപെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കെങ്കിലും വേണം എന്നുള്ളതാണ്. വെറുതെ ഡിപ്രഷൻ ആവാതെ അയാൾ ഉപദ്രവിച്ചിട്ട് അപകടവും ഒക്കെ വരുന്നതിനേക്കാളും നല്ലത് എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് എന്താ ജീവിക്കാനൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ബന്ധുക്കളുടെയോ ആങ്ങളമാരുടെയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകളുടെയെങ്കിലും ഒരു സഹായത്തിൽ എന്ത് ചെയ്യാൻ, ഒരു വാടകയ്ക്ക് അവനവൻ്റെ കുട്ടികളുടെ സമാധാനമായി ജീവിച്ചൂടെ, എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയ ജോലിയും ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക. കാരണം ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ പീഡനങ്ങളും മനപ്രയാസവും സഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക? അവിടെ ഇസ്ലാം അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്കൊരു അവകാശമില്ലേ? അല്ലെ ഹുൽ എന്ന് പറഞ്ഞാൽ എന്നെ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് ഭർത്താവിനോട് പറയാനുള്ള അവകാശം എന്തിനാണ് ഒരു സ്ത്രീക്ക് കൊടുത്തത്? അത് ആവശ്യം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അവരുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ശക്തമായ തീരുമാനങ്ങൾക്ക് അവർ തയ്യാറായെങ്കിൽ മാത്രമേ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ.